ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് ഏറെ തന്ത്രപ്രധാനമാണ്, അതുപോലെ രാഷ്ട്രീയ പ്രധാനവുമാണ്. ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്തെ മൂന്നായി വിഭജിച്ച് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയ 370 വകുപ്പ് ഇല്ലാതാക്കിയ മോഡി സർക്കാരിന്റെ നടപടി ഏറെ വിമർശന വിധേയമായിട്ടുണ്ട്. 370 വകുപ്പ് വേണമോ വേണ്ടയോ എന്ന് ഉള്ള ഒരു തീരുമാനം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനോട് അവിടുത്തെ ജനത എങ്ങനെ പ്രതികരിക്കും? BJPയെ സംബന്ധിച്ചിടത്തോളം ജമ്മുവിൽ മാത്രമാണ് എന്തെങ്കിലും ചില സാധ്യതയുള്ളൂ. അവര് കുറച്ച് സീറ്റുകൾ അവിടെ ഇവിടെയൊക്കെ പിടിച്ചാൽ നന്നായി. പ്രധാന മത്സരം ഇന്ത്യ മുന്നണിയും PDP എന്ന് പറയുന്ന മുഫ്തിയുടെ മകൾ നയിക്കുന്ന പാർട്ടിയും തമ്മിലാണ്. മുഫ്തി മുഹമ്മദ് സെയ്ദിന്റെ മകൾ നയിക്കുന്ന പാർട്ടി യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകേണ്ടതാണ്. അങ്ങനെ വന്നാൽ കാശ്മീരിൽ തെരഞ്ഞെടുപ്പിന് പ്രസക്തി ഇല്ലാതെ, കാരണം കാശ്മീരിൽ വേറെ ആരുമില്ല. ഏതായാലും ഇപ്പോൾ ഈ ഭിന്നിപ്പ് എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും BJPക്ക് അവിടെ വലിയ റോളില്ലാത്തതുകൊണ്ടും ചില ചെറിയ പാർട്ടികളെ മുൻനിർത്തിയാണ് BJP അവിടെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്: ഞങ്ങൾ ജമ്മു കാശ്മീരിന്റെ പഴയ സംസ്ഥാന പദവി തിരിച്ചു കൊടുക്കും എന്നാണ്. അത് പാലിക്കുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ജമ്മു കാശ്മീരിൽ BJPയും അവരെ പിന്തുണയ്ക്കുന്നവരും ദയനീയമായി പരാജയപ്പെടുകയും ഇന്ത്യ മുന്നണി അവിടെ വിജയത്തിലെത്തുകയും ചെയ്താൽ അത് മോഡി സർക്കാരിനുള്ള വലിയ തിരിച്ചടിയാണ്. കാരണം 370 റദ്ദാക്കിയത് തെറ്റായ തീരുമാനമാണ് എന്ന് കാശ്മീർ ജനത വിധിക്കുന്നത് പോലെയാവും. കാശ്മീരിലെ രാഷ്ട്രീയം കേവലം ഇന്ത്യയുടെ അകത്തെ രാഷ്ട്രീയം മാത്രമല്ല എന്ന് നമുക്കറിയാം. അത് അതിർത്തി രാഷ്ട്രമായ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടത് കൂടിയാണ്. കാശ്മീരിനെ എപ്പോഴും ഒരു പൊള്ളുന്ന തീക്കട്ടയാക്കി നിർത്താനാണ് ഇന്ത്യയും പാകിസ്ഥാനും ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന കാശ്മീർ, പാക് അധിനിവേശ കാശ്മീർ, അവിടെ തീവ്രവാദികൾക്ക് ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്നുവെന്നും ഇന്ത്യയുടെ പട്ടാള ക്യാമ്പുകളെയും അതുപോലെ ബേസുകളെയും ആക്രമിക്കാൻ അവർക്ക് വലിയ തോതിൽ സമ്പത്ത് കൊടുക്കുന്നുവെന്നും സഹായം കൊടുക്കുന്നുവെന്നുമുള്ള ആരോപണം പഴയതാണ്, പുതിയതൊന്നുമില്ല. അത് മുമ്പേ അറിയണം. ഇത് ഇന്ത്യ ആരോപിക്കുമ്പോൾ തിരിച്ച് ഇന്ത്യക്കെതിരായി അവരും ചില ആരോപണങ്ങൾ ഉന്നയിക്കും. കാശ്മീരിലെ ജനത ഇതിൽ ആർക്കൊപ്പമാണ്? അവിടെ നല്ലൊരു ശതമാനം വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുമ്പുള്ളതിനേക്കാൾ ഉയർന്ന പോളിംഗ് ശതമാനം അവിടെയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാശ്മീർ ജനത സമാധാനം ആഗ്രഹിക്കുന്ന പാവപ്പെട്ട ജനങ്ങളാണ്. അവർക്ക് ഇന്ത്യയോ പാകിസ്ഥാനോ എന്നതിനേക്കാൾ അവർക്ക് സമാധാനം ഉണ്ടാവും. സമാധാനം ഉണ്ടെങ്കിലേ അവിടെ ടൂറിസം ഉണ്ടാവും. ടൂറിസം ഉണ്ടായാലേ അവർക്ക് വരുമാനമുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സമാധാനപൂർണമായ ഒരു കാശ്മീർ എന്നത് പ്രധാനമാണ്. പക്ഷേ മോഡി സർക്കാർ പറയുന്നത് പോലെ പട്ടാളക്കാരെ വീടിന് മുമ്പിൽ കൊണ്ടു നിർത്തിയുള്ള സമാധാനമല്ല ഉദ്ദേശിച്ചത്. അല്ലാത്ത സമാധാനം വേണം. ഓരോ വീട്ടിന്റെ മുമ്പിലും പട്ടാളക്കാർ നിൽക്കുന്ന ഒരു സമാധാനമല്ല. അത് പറയുന്ന പോലെ ശ്മശാനത്തിലെ ശാന്തതയാണ്. ശ്മശാനം എപ്പോഴും ശാന്തമായിരിക്കും. അത് ഒരു ശവടൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിയുന്നവരെ കുറച്ച് പേര് കരയും, അത് കഴിഞ്ഞാൽ ശ്മശാനം ശാന്തമാണ്. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ലോകത്തിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണ് എന്ന് പറഞ്ഞ ആ കാശ്മീർ സമാധാനപരമായി അവിടുത്തെ ജനങ്ങൾക്ക് ജോലി ചെയ്ത് തങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. പട്ടാളത്തിന്റെ അകമ്പടിയല്ല കാശ്മീരിന് വേണ്ടത്. അതിന് കഴിയുന്ന ഒരു കാശ്മീർ ഉണ്ടാക്കാൻ കഴിയുമോ? ഈ ചോദ്യം വളരെ പ്രധാനമാണ്. കാരണം ഈ ഭീകരവാദികൾ അവിടുന്നായാലും ഇവിടുന്നായാലും പട്ടാളമായാലും ജനങ്ങളുടെ സ്വൈര ജീവിതം കിടത്തുന്നവരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനെതിരായ ഒരു വിധിയായി കാശ്മീരിലെ ജനവിധി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിൽ ലഡാക്കിൽ വേറൊരു വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. ലഡാക്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുകയും അവിടെ ഒരു സ്വതന്ത്രൻ, അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ കൂടെയാണ്, അദ്ദേഹം വിജയിക്കുകയും ചെയ്ത കഥ നമ്മൾ കേട്ടു. അപ്പോൾ ലഡാക്കിനെയും എങ്ങനെയെങ്കിലും കൈപ്പിടിയിൽ ഒതുക്കാൻ BJP നടന്ന ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനെതിരെ അവിടെയുള്ള പ്രാദേശിക ജനതയുടെ പോരാട്ടമുണ്ട്. എന്തായാലും ജമ്മു ആൻഡ് കാശ്മീർ എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന പ്രദേശം ഇപ്പൊ 3 കേന്ദ്രഭരണ പ്രദേശമായ മാറിയ ആ പ്രദേശം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാൻ ഇന്ത്യയിൽ എല്ലാവർക്കും താല്പര്യമുണ്ട്.